ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് പൈ. അപ്പോൾ എന്താണ് ഈ പൈ എന്ന് പറഞ്ഞാൽ കുറേ പേർക്കൊന്നും അറിയില്ല അല്ലേ. അതായത് നമ്മൾ വൃത്തമൊക്കെ പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ ചുറ്റളവ്, അതുപോലെ വിസ്തീർണം, ഇതൊക്കെ പറയുന്ന സമയത്ത് പൈ ആർ സ്ക്വയർ, 2πr എന്നൊക്കെ ഇക്വേഷൻ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ പൈ എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്തവരുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മൾ പൈനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇവിടെ നോക്കുക, റേഡിയസ് 3 സെന്റിമീറ്റർ, ആ വൃത്തത്തിന്റെ സർക്കംഫറൻസ് 18.85 സെന്റിമീറ്റർ, അങ്ങനെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ആദ്യം പറയുന്നതിന് മുന്നേ എന്താണ് റേഡിയസ്, എന്താണ് സർക്കംഫറൻസ്, എന്താണ് ഡയമീറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ വൃത്തത്തിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു വൃത്തം. വൃത്തം എന്ന് പറയുമ്പോൾ ഇതിനൊരു കേന്ദ്രമുണ്ട് അല്ലേ. ഈ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ഏതൊരു പോയിന്റിലോട്ട് നമ്മൾ വരയ്ക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരച്ചാലും, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാലും, ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചാലും ഇതെല്ലാം എന്താണ്, ഇതെല്ലാം റേഡിയസ് ആണ്. ഓക്കെ, ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിന്റെ ഏതൊരു പോയിന്റിലോട്ടും വരയ്ക്കുന്ന വരകളെ നമുക്ക് എന്ത് പറയാം, റേഡിയസ് എന്ന് പറയാം. ആ റേഡിയസ് എന്ന് പറയുന്നതാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഡയമീറ്റർ എന്താണ്, വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന ഈ വരയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് കേന്ദ്രത്തിലൂടെ വരയ്ക്കുന്ന വരയാണ് ഡയമീറ്റർ. അതായത് ഈ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ വരയ്ക്കുന്ന ലെങ്ത് എന്താണ്, അത് റേഡിയസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ് ആണ്. എന്ന് വെച്ചാൽ രണ്ട് റേഡിയസുകൾ കൂടെ ചേർന്നതാണ് ഡയമീറ്റർ എന്ന് നമുക്ക് പറയാം അല്ലെ, വ്യാസം എന്ന് നമുക്ക് പറയാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വ്യാസമാണ്. അപ്പൊ രണ്ട് ആരങ്ങൾ ചേർന്നതാണ് എന്ത്, ഡയമീറ്റർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഒരു ടേമും കൂടെ അറിഞ്ഞിരിക്കുക, സർക്കംഫറൻസ്. സർക്കംഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്, ചുറ്റളവ്, പെരിമീറ്റർ. അപ്പോൾ നമ്മൾ ട്രയാങ്കിളിന്റെ കേസിലും സ്ക്വയറിന്റെ കേസിലും ഒക്കെ പറയുന്നത് പെരിമീറ്റർ എന്നാണ് ചുറ്റളവിന്. ഓക്കെ, പക്ഷെ നമ്മൾ സർക്കിളിന്റെ കേസിൽ പറയുന്നത് എന്താണ്, സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചുറ്റിലുമുള്ള അളവ്. ഈ വൃത്തത്തിന്റെ ചുറ്റിലുള്ള അളവ് എന്ന് പറയുമ്പോൾ ഇത് ഈ ലൈൻ ഇങ്ങനെ പോകുന്ന ഇത്രയും ഭാഗം. ഓക്കെ, അതാണ് എന്ത്, സർക്കംഫറൻസ്. അപ്പോൾ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ അത് നമുക്ക് വരാട്ടോ. അപ്പോൾ സർക്കംഫറൻസ് പറഞ്ഞാൽ ചുറ്റളവാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഞാൻ പറയുന്നു ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് റേഷ്യോ എന്ന് പറയുമ്പോൾ സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ കിടക്കുന്ന വാല്യൂസ് വെച്ചിട്ട് കേട്ടോ. റേഡിയസ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് 18.85 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും, നമ്മൾ കഴിഞ്ഞ സർക്കിളിൻ്റെ ക്ലാസ്സിൽ പഠിച്ചു. റേഡിയസ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു, രണ്ട് റേഡിയസ് ചേർന്നതാണ് ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് 3 ആണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും, 2 × 3 6 സെന്റിമീറ്റർ ആയിരിക്കും ആദ്യത്തെ കേസിൽ എന്ത്, ഡയമീറ്റർ. രണ്ടാമത്തെ കേസിൽ റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 2 × 4 8 സെന്റിമീറ്റർ ആയിരിക്കും രണ്ടാമത്തെ കേസിൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ചെയ്യുക. ആദ്യത്തെ കേസിൽ സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 18.85 ബൈ ഡയമീറ്റർ എത്രയാണ്, 6 സെന്റിമീറ്റർ അല്ലേ. റേഡിയസ് 3 ആണെങ്കിൽ ഡയമീറ്റർ എത്രയാണ്, 6 സെന്റിമീറ്റർ. അപ്പോൾ 18.85 ഡിവൈഡഡ് ബൈ 6. ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. അപ്പം നമുക്ക് എത്ര കിട്ടും എന്നറിയോ, 3.14 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇവ തമ്മിൽ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, 3.14 എന്ന് കിട്ടും. അടുത്ത് ഇതെടുക്കാം, 25.1 ആണ് സർക്കംഫറൻസ്. 25.1 ഡിവൈഡഡ് ബൈ ഡയമീറ്റർ എത്രയാണ്, റേഡിയസ് 4 ആണെങ്കിൽ ഡയമീറ്റർ 2 × 4 8 ആയിരിക്കും. ഇത് ചെയ്താലും നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടും, 3.14. അതായത് 3.14 അടുത്ത് കിടക്കുന്ന വാല്യൂ ആണ് കിട്ടുക. 3.1375 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ എന്താണ്, നമ്മൾ സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഹരിക്കുമ്പോൾ
നമുക്ക് 3.14 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുക, അല്ലെങ്കിൽ അതിനോട് അടുത്ത് കിടക്കുന്ന 3.1375 എന്ന് പറയുമ്പോൾ 3.14 അടുത്ത് കിടക്കുന്ന നമ്പറാണ് അല്ലേ. അപ്പോൾ ഇതാണ് കാര്യം. സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 3.14 ആണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് മായ്ക്കുന്നുണ്ടേ. അപ്പോൾ സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 3.14 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ, അല്ലെങ്കിൽ അതിന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അതായത് സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ചെയ്തു പറഞ്ഞാൽ നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നു? 3.14 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എഴുതാലോ. സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ, ഡയമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? വ്യാസം കേട്ടോ. സർക്കംഫറൻസ് ഡയമീറ്റർ എന്ന് പറയുന്നത് 3.14 ആണ് അല്ലേ. സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 3.14 ആണ് നമുക്കിപ്പോൾ ചെയ്തപ്പോഴൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ എഴുതാലോ. സർക്കംഫറൻസ് ഇസ് ഈക്വൽ ടു 3.14 ഇവിടെ ഉണ്ട്. ഈ ഡിവൈഡഡ് ബൈ ഡി അങ്ങോട്ട് പോകുമ്പോൾ, സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ഡി ആവും ആണല്ലോ. 3.14 ഇൻറ്റു ഡി ആവും. ഓക്കെ, അപ്പോൾ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 3.14. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ, അതായത് 2 റേഡിയസുകൾ ചേർന്നതാണ് എന്ത്? ഡയമീറ്റർ. അപ്പോൾ നമുക്ക് ഡിയിൽ എന്തെഴുതാം? 2 റേഡിയസ് എന്ന് എഴുതാം അല്ലേ. 2r എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ കിടക്കുന്ന ഈ 3.14 എന്ന് പറയുന്ന ഈ വാല്യൂവിനെയാണ് നമ്മൾ പൈ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ കോൺസ്റ്റന്റ്, അതായത് സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ എന്ന് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന 3.14 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് റേഷ്യോ, ആ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൈ എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് നമ്മളിപ്പോൾ എന്താണ് പൈ, അതായത് ഗ്രീക്കിൽ ഇതിൻ്റെ അർത്ഥം ഒന്ന് സെർച്ച് ചെയ്യാം. സർക്കംഫറൻസ്, പെരിമീറ്റർ എന്നൊക്കെ ഗ്രീക്ക് വേർഡിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രീക്ക് വേർഡിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണാൻ പറ്റുന്നത് പൈ, ഇങ്ങനെ തുടങ്ങുന്ന ഒരു വേർഡായിരിക്കും വരുന്നത്. ഗ്രീക്ക് ഭാഷ നമുക്കറിയില്ല, പക്ഷെ പൈ കണ്ടാൽ നമുക്കറിയാലോ. പൈയിൽ തുടങ്ങിയിട്ടായിരിക്കും നമ്മൾ എന്ത് കാണുന്നത്? പെരിമീറ്റർ തിരഞ്ഞാലും സർക്കംഫറൻസ് തിരഞ്ഞാലും ഒക്കെ അതിൽ കാണാൻ പറ്റുന്നത് പൈ എന്ന് തുടങ്ങുന്ന ഒരു വാക്കായിരിക്കും ഗ്രീക്കിൽ. അപ്പോൾ ആ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ പൈ എന്ന് പറയുന്നത് എന്തിന് കിട്ടുന്നത്? ഈ 3.14 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് പൈ എന്ന് പറയുന്ന പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പൈ എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ആണ്. എന്തൊക്കെ തമ്മിലാണ്? സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് 3.14. അതിനെ ഗ്രീക്ക് വേർഡിൽ പെരിമീറ്റർ, സർക്കംഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ പൈയിൽ തുടങ്ങുന്ന ഒരു വാക്കായതുകൊണ്ട് പൈ എന്നുള്ള ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 3.14 അല്ലെങ്കിൽ നമുക്ക് 22/7 എന്ന് പറയാം. 22/7 ചെയ്താൽ എന്താണ്? 3.14 തന്നെയാണ് കിട്ടുക. അപ്പോൾ 22/7 അല്ലെങ്കിൽ 3.14 എന്ന് പറയുന്ന ഈ കോൺസ്റ്റന്റ് വാല്യൂവിനെയാണ് നമ്മൾ പൈ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ പൈ ഇട്ട് കൊടുത്താൽ പൈ ഇൻറ്റു 2r എന്ന് പറയുന്നത് എന്താണ്? 2πr. അപ്പോൾ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ, സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുമ്പോൾ 3.14 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതി 3.14 ഇൻറ്റു ഡയമീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ ഡി ഇൻറ്റു ഡി ആവും. ഡി എന്ന് പറയുന്നത് 2 ആറുകൾ ചേർന്നതാണ്. അപ്പോൾ 3.14 ഇൻറ്റു 2r, അതായത് പൈ ആണ് 3.14. 2r എന്ന് പറയുമ്പോൾ 2πr. ഇങ്ങനെയാണ് സർക്കംഫറൻസിൻ്റെ ഇക്വേഷനിൽ എത്തുന്നത്. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അത് എത്രയാണ്? 3.14 അല്ലെങ്കിൽ 22/7 ആണ്. പൈ എന്ന് പേര് കൊടുക്കാൻ കാരണം എന്താണ്? അത് ഗ്രീക്ക് വേർഡാണ്. പെരിമീറ്റർ, സർക്കംഫറൻസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഗ്രീക്ക് വേർഡ് നമ്മൾ തരുമ്പോൾ പൈയിൽ തുടങ്ങുന്ന ഒരു വേർഡാണ് വരിക. അതുകൊണ്ട് അതിനെ പൈ എന്ന് പറയുന്ന വാക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പൈ എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ബൈ ഡയമീറ്റർ ആണ്. ചുറ്റളവും വ്യാസവും തമ്മിലുള്ള റേഷ്യോ പൈ എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, ചുറ്റളവും എന്താണ്? വ്യാസവും തമ്മിലുള്ള റേഷ്യോ പൈ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2πr ആണ് ഒരു സർക്കംഫറൻസ്, വൃത്തത്തിന്റെ സർക്കംഫറൻസ് കാണാനുള്ള ഇക്വേഷൻ 2πr. വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? πr² ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പൈ എന്ന് പറയുന്നത്.
ഇനി പൈ എന്ന് പറയുന്നത് ഇപ്പോൾ സമത്തിൻ്റെ ഇപ്പുറത്തും പൈ വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പൈയിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ പൈയുടെ വാല്യൂ 3.14 ആണോ 22/7 ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ആൻസറിനനുസരിച്ചിട്ടാണ്. അതായത് നമ്മുടെ ചോദ്യത്തിൽ ഇപ്പോൾ 7ൻ്റെ ഗുണിതമാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ 7 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കുക? 22/7 ഇട്ട് കൊടുക്കുക. അല്ലാത്ത കേസാണ് പോയിന്റുള്ള ആൻസറൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ 3.14 ഇട്ട് കൊടുക്കുക. ഇനി പൈയുടെ ടേമിൽ തന്നെയാണ് ആൻസർ കിടക്കുന്നതെങ്കിൽ പൈ ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പൈൻ്റെ ടേമിൽ തന്നെ അത് ഇട്ട് കൊടുത്തിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പോൾ പൈ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് അതിനെക്കുറിച്ചൊരു അറിവില്ലാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതാണ് പൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ വൃത്തത്തിൻ്റെ ഇതിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.